ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ലെസണാണിത്. ആദ്യത്തെ 2 ലെസൺസും ഒരുപാട് പേര് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ലെസണിൽ നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചു. രണ്ടാമത്തെ ലെസണിൽ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഇന്നത്തെ ലെസൺ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 സിമ്പിൾ റൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കുറേ സെൻറ്റൻസുകൾ പറയാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ബിഗിനേഴ്സിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് 499 രൂപയ്ക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആദ്യത്തെ കമൻറ്റിലും ഞാൻ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയുടെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 2 റൂൾസും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അവസാനം ഈ ചോദ്യങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൂൾ നോക്കാം. റൂൾ നമ്പർ 1, ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് ചില കാര്യങ്ങൾ ചെയ്യണം, അവിടെ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്റൻസ് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകണം, നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം, അദ്ദേഹത്തിനൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം, അവൾക്ക് അവളുടെ പ്രൊജക്റ്റ് പൂർത്തിയാക്കണം. ഇതൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആവശ്യമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് പറയാറുണ്ട്. നമ്മുടെ ഫസ്റ്റ് റൂൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സെൻറ്റൻസുകൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകണം. നമ്മുടെ റൂൾ അനുസരിച്ച് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു കഴിഞ്ഞതിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ട് വേണം സെൻറ്റൻസ് പറയാൻ. ഹാസ് ടു എവിടെയാണ് പറയേണ്ടത്, ഹാവ് ടു എവിടെയാണ് പറയേണ്ടത്, ഈ ഒരു കൺഫ്യൂഷൻ വേണ്ട. അത് ആദ്യം തന്നെ പറയാം. ഐ, യു, ദേ, വി, പ്ലൂരൽ ഇതിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഹാവ് ടു വയ്ക്കുന്നത്. അതായത് ഞാൻ, നീ, അവർ, നമ്മൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മളവിടെ ഹാവ് ടു വെച്ചിട്ട് വേണം സെൻറ്റൻസ് പറയാൻ. അതല്ല നമ്മൾ ഹി, ഷീ, ഇറ്റ്, സിംഗുലർ ഇതൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്കവിടെ ഹാസ് ടു വെച്ചിട്ട് സെൻറ്റൻസ് പറയാം. അതായത് അവൻ, അവൾ, അത് അല്ലെങ്കിൽ ഒരാളുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഹാസ് ടു വെച്ചിട്ട് സെൻറ്റൻസ് പറയാം. ഈസി ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു കോഡ് പഠിച്ചിട്ടുണ്ടാവും. അയ്യോ ദേവി, അതായത് ഐ, യു, ദേ, വി, പ്ലൂറൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഹാവ് ടു വെച്ചിട്ടാണ് പറയുന്നത്. ഹി, ഷീ, ഇറ്റ്, സിംഗുലർ ഇതിൻ്റെ കൂടെ നമ്മൾ ഹാസ് ടു വെച്ചിട്ടാണ് സെൻറ്റൻസ് പറയുന്നത്. ഈ ലെസൺ കഴിയുമ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ഇല്ലാതെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകണം. ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയാനായിട്ട് നമ്മൾ ഐ വെച്ചു. ഐയുടെ കൂടെ എന്താ വെക്കേണ്ടത്, ഹാസ് ടു ആണോ ഹാവ് ടു ആണോ? ഐയുടെ കൂടെ നമുക്ക് ഹാവ് ടു വെക്കാം. ഐ ഹാവ് ടു. പോവുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്, ഗോ. ഇത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഗോ. ഐ ഹാവ് ടു ഗോ. എനിക്ക് പോകണം. എവിടെയാണ് പോകേണ്ടത്, ടു സ്കൂൾ, സ്കൂളിലേക്ക്. എല്ലാ ദിവസവും, എവ്രി ഡേ. ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ എവ്രി ഡേ. ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ എവ്രി ഡേ. ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ എവ്രി ഡേ. നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം. നമുക്ക് എന്ന് പറയാനായിട്ട് വി വെച്ചു. വിയുടെ കൂടെ എന്താ വയ്ക്കേണ്ടത്, ഹാവ് ടു ആണോ ഹാസ് ടു ആണോ? വി ഹാവ് ടു. വി ഹാവ് ടു. പഠിക്കുക എന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റഡി, സ്റ്റഡി. വേർബിൻ്റെ ഫസ്റ്റ് ഫോം സ്റ്റഡി, സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. അപ്പോൾ ഫസ്റ്റ് ഫോം സ്റ്റഡി. വി ഹാവ് ടു സ്റ്റഡി. നമുക്ക് പഠിക്കണം. ഫോർ ദ ടെസ്റ്റ്, ടെസ്റ്റിന് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക്. വി ഹാവ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. വി ഹാവ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം. വി ഹാവ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഹീ യൂസ് ചെയ്യാം. ഹീയുടെ കൂടെ ഹാസ് ടു ആണോ ഹാവ് ടു ആണോ വെക്കേണ്ടത്, ഹാസ് ടു. ഹീ ഹാസ് ടു. ഹീ ഹാസ് ടു. പങ്കെടുക്കുക എന്നുള്ളതിന് അറ്റൻഡ്. ഹീ ഹാസ് ടു അറ്റൻഡ്. വേർബിൻ്റെ ഫസ്റ്റ് ഫോം അറ്റൻഡ് ആണ്. അറ്റൻഡ്, അറ്റൻഡഡ്, അറ്റൻഡഡ്. ഹീ ഹാസ് ടു അറ്റൻഡ്. എന്താ അറ്റൻഡ് ചെയ്യേണ്ടത്, എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ്. ഹീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ഹീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. ഹീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അവൾക്ക് അവളുടെ പ്രൊജക്റ്റ് പൂർത്തിയാക്കണം. അവൾ, ഷീ.
ഷീയുടെ കൂടെ എന്താ വെക്കേണ്ടത്? ഹാസ് ടു ആണോ ഹാവ് ടു ആണോ? ഹാസ് ടു. ഷീ ഹാസ് ടു. ഷീ ഹാസ് ടു. എന്താ ചെയ്യേണ്ടത്? പൂർത്തിയാക്കുക. പൂർത്തിയാക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? കംപ്ലീറ്റ്. കംപ്ലീറ്റ് ആണ് ഫസ്റ്റ് ഫോം. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. ഷീ ഹാസ് ടു കംപ്ലീറ്റ്. ഷീ ഹാസ് ടു കംപ്ലീറ്റ്. അവൾക്ക് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പൂർത്തിയാക്കണം. എന്താ പൂർത്തിയാക്കേണ്ടത്? ഹെർ പ്രൊജക്റ്റ്. അവളുടെ പ്രൊജക്റ്റ്. ഷീ ഹാസ് ടു കംപ്ലീറ്റ് ഹെർ പ്രൊജക്റ്റ്. ഷീ ഹാസ് ടു കംപ്ലീറ്റ് ഹെർ പ്രൊജക്റ്റ്. ഷീ ഹാസ് ടു കംപ്ലീറ്റ് ഹെർ പ്രൊജക്റ്റ്. എനിക്ക് രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകണം. എനിക്ക്. അപ്പം നമ്മൾ ഐ വെച്ചു. ഐയുടെ കൂടെ എന്താ വെക്കേണ്ടത്? ഹാവ് ടു. ഐ ഹാവ് ടു. പോവുക എന്നുള്ളതിന് ഗോ. ഐ ഹാവ് ടു ഗോ. ഐ ഹാവ് ടു ഗോ. എനിക്ക് പോകണം. എവിടെയാണ് പോകേണ്ടത്? ടു വർക്ക്. ജോലിക്ക്. ഏത് സമയത്താണ് പോകേണ്ടത്? അറ്റ് 9 AM. 9 മണിക്ക്. രാവിലെ 9 മണിക്ക്. ഐ ഹാവ് ടു ഗോ ടു വർക്ക് അറ്റ് 9 AM. ഐ ഹാവ് ടു ഗോ ടു വർക്ക് അറ്റ് 9 AM. ഐ ഹാവ് ടു ഗോ ടു വർക്ക് അറ്റ് 9 AM. ഡിന്നറിന് മുമ്പ് അവൾക്ക് അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം അല്ലെങ്കിൽ പൂർത്തിയാക്കണം. എങ്ങനെ പറയാം? അവൾ ആയതുകൊണ്ട് ഷീ. ഷീയുടെ കൂടെ എന്താ വെക്കേണ്ടത്? ഹാസ് ടു. ഷീ ഹാസ് ടു. എന്താ ചെയ്യേണ്ടത്? പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുക. ഷീ ഹാസ് ടു ഫിനിഷ്. ഷീ ഹാസ് ടു ഫിനിഷ്. അവൾക്ക് പൂർത്തിയാക്കണം. എന്താ പൂർത്തിയാക്കേണ്ടത്? ഹെർ ഹോംവർക്ക്. അവളുടെ ഹോംവർക്ക്. ഷീ ഹാസ് ടു ഫിനിഷ് ഹെർ ഹോംവർക്ക്. അവൾക്ക് അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കണം. എപ്പോഴാണ് പൂർത്തിയാക്കേണ്ടത്? ബിഫോർ ഡിന്നർ. ബിഫോർ എന്ന് വെച്ചാൽ മുമ്പ്. ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പ്. ഷീ ഹാസ് ടു ഫിനിഷ് ഹെർ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. ഷീ ഹാസ് ടു ഫിനിഷ് ഹെർ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. എനിക്ക് നേരത്തെ ഉണരണം. എങ്ങനെ പറയാം? ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി. ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി. എനിക്കെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഐ വെച്ചു. ഐയുടെ കൂടെ ഹാവ് ടു. ഐ ഹാവ് ടു. ഉണരുക എന്നുള്ളതിന് എന്താ പറയുന്നത്? വേക്കപ്പ്. ഐ ഹാവ് ടു വേക്കപ്പ്. ഐ ഹാവ് ടു വേക്കപ്പ്. എനിക്ക് ഉണരണം. ഏർലി. ഏർലി എന്ന് വെച്ചാൽ നേരത്തെ. ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി. ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി. എനിക്ക് നേരത്തെ ഉണരണം. ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി. അവൾക്ക് ഡിന്നർ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ അത്താഴം പാകം ചെയ്യണം. എങ്ങനെ പറയാം? ഷീ ഹാസ് ടു കുക്ക് ഡിന്നർ. ഷീ ഹാസ് ടു കുക്ക് ഡിന്നർ. അവൾ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഷീ വെച്ചു. ഷീയുടെ കൂടെ എന്താ വെക്കേണ്ടത്? ഹാസ് ടു. ഷീ ഹാസ് ടു. എന്താ ചെയ്യേണ്ടത്? കുക്ക്. ഇത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. അപ്പം നമ്മൾ കുക്ക് വെച്ചു. ഷീ ഹാസ് ടു കുക്ക്. അവൾക്ക് കുക്ക് ചെയ്യണം. എന്താ കുക്ക് ചെയ്യേണ്ടത്? ഡിന്നർ. ഷീ ഹാസ് ടു കുക്ക് ഡിന്നർ. ഷീ ഹാസ് ടു കുക്ക് ഡിന്നർ. അവൾക്ക് ഇന്ന് രാത്രി അവളുടെ മാതാപിതാക്കളെ വിളിക്കണം. എങ്ങനെ പറയാം? ഷീ ഹാസ് ടു കോൾ ഹെർ പാരൻസ് ടു നൈറ്റ്. അവൾ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഷീ വെച്ചു. ഷീയുടെ കൂടെ ഹാസ് ടു. ഷീ ഹാസ് ടു. വിളിക്കുക, കോൾ. ഷീ ഹാസ് ടു കോൾ. അവൾക്ക് വിളിക്കണം. ആരെയാണ് വിളിക്കേണ്ടത്? ഹെർ പാരൻസ്. അവളുടെ പാരൻസിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ. എപ്പോഴാണ് വിളിക്കേണ്ടത്? ടു നൈറ്റ്. ഇന്ന് രാത്രി. ഷീ ഹാസ് ടു കോൾ ഹെർ പാരൻസ് ടു നൈറ്റ്. ഷീ ഹാസ് ടു കോൾ ഹെർ പാരൻസ് ടു നൈറ്റ്. എനിക്ക് കുക്ക് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ പാചകം ചെയ്യാൻ പഠിക്കണം. എങ്ങനെ പറയാം? ഐ ഹാവ് ടു ലേൺ ഹൗ ടു കുക്ക്. എനിക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ ഐ വെച്ചു. ഐയുടെ കൂടെ ഹാവ് ടു. ഐ ഹാവ് ടു. പഠിക്കുക എന്നുള്ളതിന് ലേൺ. ലേൺ എന്ന് പറയുന്നത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ലേൺ, ലേൺ, ലേൺഡ്. ഐ ഹാവ് ടു ലേൺ. എനിക്ക് പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? ഹൗ ടു കുക്ക്. എങ്ങനെ കുക്ക് ചെയ്യണമെന്ന്. ഐ ഹാവ് ടു ലേൺ ഹൗ ടു കുക്ക്. ഐ ഹാവ് ടു ലേൺ ഹൗ ടു കുക്ക്. അവർക്ക് പരിശീലനം പൂർത്തിയാക്കണം. എങ്ങനെ പറയാം? ദേ ഹാവ് ടു കംപ്ലീറ്റ് ദെയർ ട്രെയിനിങ്. ദേ ഹാവ് ടു കംപ്ലീറ്റ് ദെയർ ട്രെയിനിങ്. അവർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ ദേ വെച്ചു. ഐ, യു, ദേ, വി. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ വെക്കുന്നത് ഹാവ് ടു. ദേ ഹാവ് ടു. ദേ ഹാവ് ടു കംപ്ലീറ്റ്. പൂർത്തിയാക്കുക എന്നുള്ളതിന് നമ്മൾ കംപ്ലീറ്റ് എന്ന് വെച്ചു. കംപ്ലീറ്റ് എന്ന് പറയുന്നത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. ദേ ഹാവ് ടു കംപ്ലീറ്റ്. അവർക്ക് പൂർത്തിയാക്കണം. എന്താ പൂർത്തിയാക്കേണ്ടത്? ദെയർ ട്രെയിനിങ്. അവരുടെ ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ പരിശീലനം.
They have to complete their training. They have to complete their training. എനിക്ക് എൻ്റെ ബോസിന് ഒരു ഇമെയിൽ അയക്കണം. I have to send an email to my boss. എനിക്ക് അയക്കണം. I have to send. എന്താണ് അയക്കേണ്ടത്? ഇമെയിൽ. ആൻഡ് ഇമെയിൽ ആർക്ക് അയക്കേണ്ടത്? ടു മൈ ബോസ്, എൻ്റെ ബോസിന്. I have to send an email to my boss. I have to send an email to my boss. അവൾക്ക് അവളുടെ മുറി വൃത്തിയാക്കണം. എങ്ങനെ പറയാം? She has to clean her room. She has to clean her room. അവൾ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഷീ വെച്ചു. ഷീയുടെ കൂടെ ഹാസ് ടു. ഷീ ഹാസ് ടു ക്ലീൻ. അവൾക്ക് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ വൃത്തിയാക്കണം. ഹെർ റൂം, അവളുടെ റൂം അല്ലെങ്കിൽ അവളുടെ മുറി. ഷീ ഹാസ് ടു ക്ലീൻ ഹെർ റൂം. ഷീ ഹാസ് ടു ക്ലീൻ ഹെർ റൂം. അപ്പോയിൻമെൻറ്റിനായി എനിക്ക് ഡോക്ടറെ വിളിക്കണം. എനിക്ക് വിളിക്കണം. ഐ ഹാവ് ടു കോൾ. ആരെയാണ് വിളിക്കേണ്ടത്? ദി ഡോക്ടർ. എന്തിനു വേണ്ടിയാ? ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്, ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി. ഐ ഹാവ് ടു കോൾ ദ ഡോക്ടർ ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്. ഐ ഹാവ് ടു കോൾ ദ ഡോക്ടർ ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്. ഐ ഹാവ് ടു കോൾ ദ ഡോക്ടർ ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്. അവൾക്ക് അടുത്ത ആഴ്ച ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണം. ഷീ ഹാസ് ടു വിസിറ്റ് ദ ഡെൻറ്റിസ്റ്റ് നെക്സ്റ്റ് വീക്ക്. ഷീ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഹാസ് ടു വെച്ചു. വിസിറ്റാണ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഷീ ഹാസ് ടു വിസിറ്റ്. അവൾക്ക് വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സന്ദർശിക്കണം. ആരെയാ? ദ ഡെൻറ്റിസ്റ്റ്. എപ്പോഴാ? അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക്. ഷീ ഹാസ് ടു വിസിറ്റ് ദ ഡെൻറ്റിസ്റ്റ് നെക്സ്റ്റ് വീക്ക്. ഷീ ഹാസ് ടു വിസിറ്റ് ദ ഡെൻറ്റിസ്റ്റ് നെക്സ്റ്റ് വീക്ക്. നിങ്ങൾ നിയമങ്ങൾ പാലിക്കണം. യു ഹാവ് ടു ഫോളോ ദ റൂൾസ്. യുവിൻ്റെ കൂടെ നമ്മൾ ഹാവ് ടു ആണ് വയ്ക്കുന്നത്. യു ഹാവ് ടു ഫോളോ. നിങ്ങൾ ഫോളോ ചെയ്യണം. എന്താ ഫോളോ ചെയ്യേണ്ടത്? ദ റൂൾസ്, നിയമങ്ങൾ. യു ഹാവ് ടു ഫോളോ ദ റൂൾസ്. യു ഹാവ് ടു ഫോളോ ദ റൂൾസ്. നിങ്ങൾ നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ ആദ്യത്തെ റൂൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ റൂൾ യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റൂളിലേക്ക് കിടക്കാം. റൂൾ നമ്പർ 2. ഹാസ് ഓർ ഹാവ് പ്ലസ് ഐറ്റം. നമ്മുടെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ റൂൾ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. എനിക്കൊരു കാറുണ്ട്. ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയാനായിട്ട് നമ്മൾ ഐ വെച്ചു. അതിനുശേഷം നമ്മുടെ റൂൾ എന്താണ്? ഹാവ് ഓർ ഹാസ് പ്ലസ് ഐറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഐ, യു, ദേ, വി ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഹാവ് ആണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ്, സിംഗുലർ അതിൻ്റെ കൂടെ നമുക്ക് ഹാസ് വയ്ക്കാം. അപ്പോൾ ഐ കഴിഞ്ഞതിന് ശേഷം ഹാവ്, ഐ ഹാവ്. ഹാവ് കഴിഞ്ഞതിന് ശേഷം റൂൾ അനുസരിച്ചിട്ട് എന്താ വെക്കേണ്ടത്? ഐറ്റം. അതായത് നമ്മുടെ കയ്യിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഐ ഹാവ് എ കാർ. അപ്പോൾ ഇവിടെ കാർ എന്ന് പറയുന്നതാണ് ഐറ്റം. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. അവനൊരു പുതിയ ഫോണുണ്ട്. അവൻ എന്ന് പറയാനായിട്ട് നമ്മൾ ഹീ വെച്ചു. ഹീയുടെ കൂടെ എന്താണ് വെക്കേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ്. ഹീ ഹാസ്. അതിനുശേഷം നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് ഹാവ് ഓർ ഹാസ് പ്ലസ് ഐറ്റം. അപ്പോൾ ഇവിടെ ഐറ്റം എന്താണ്? പുതിയ ഫോൺ, എ ന്യൂ ഫോൺ. ഹീ ഹാസ് എ ന്യൂ ഫോൺ. ഹീ ഹാസ് എ ന്യൂ ഫോൺ. അവനൊരു പുതിയ ഫോണുണ്ട്. ഹീ ഹാസ് എ ന്യൂ ഫോൺ. ഇതിന് 4 കാലുകളുണ്ട്. ഇത് അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയാനായിട്ട് ഇറ്റ്. ഇറ്റിൻ്റെ കൂടെ എന്താ വെക്കേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ? ഇറ്റ് ഹാസ്. പിന്നെ നമ്മൾ എന്താ വെക്കേണ്ടത്? ഐറ്റം. ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 4 കാലുകൾ. ഇറ്റ് ഹാസ് 4 ലെഗ്സ്. ഇറ്റ് ഹാസ് 4 ലെഗ്സ്. ഇതിന് 4 കാലുകളുണ്ട്. ഇറ്റ് ഹാസ് 4 ലെഗ്സ്. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് എ ലാപ്ടോപ്പ്. ഐയുടെ കൂടെ നമ്മൾ ഹാവ് വെച്ചു. അതിനുശേഷം ഐറ്റം എന്താണ്? ലാപ്ടോപ്പ്. ഐ ഹാവ് എ ലാപ്ടോപ്പ്. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. ഐ ഹാവ് എ ലാപ്ടോപ്പ്. അവൾക്ക് നീണ്ട ചുരുണ്ട മുടിയുണ്ട്. അവൾ എന്ന് പറയാനായിട്ട് ഷീ. ഷീയുടെ കൂടെ എന്താ വെക്കേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ്. ഷീ ഹാസ്. എന്താ ഉള്ളത്? നീണ്ട ചുരുണ്ട മുടി. ലോങ് കേളി ഹെയർ. ലോങ് കേളി ഹെയർ. ഷീ ഹാസ് ലോങ് കേളി ഹെയർ. ഷീ ഹാസ് ലോങ് കേളി ഹെയർ. അവൾക്ക് നീണ്ട ചുരുണ്ട മുടിയുണ്ട്. ഷീ ഹാസ് ലോങ് കേളി ഹെയർ. എനിക്ക് പച്ച നിറത്തിലുള്ള ബാഗുണ്ട്. എങ്ങനെ പറയാം? എനിക്ക് എന്നായതുകൊണ്ട് തന്നെ നമ്മൾ ഐ വെച്ചു. ഐയുടെ കൂടെ ഹാവ്. ഐ ഹാവ്. എന്താ ഉള്ളത്? ഗ്രീൻ കളർ ബാഗാണ്.
green colored bag. I have a green colored bag. I have a green colored bag. I have a green colored bag. എനിക്ക് ഗ്രീൻ കളറിലുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഒരു ബാഗുണ്ട്. ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള വീൽസ് ഉണ്ട് അല്ലെങ്കിൽ ചക്രങ്ങളുണ്ട്. എങ്ങനെ പറയാം? ഇറ്റ് ഹാസ് സ്ട്രോങ് വീൽസ്. ഇറ്റിൻ്റെ കൂടെ നമ്മൾ ഹാസ് വെച്ചു. ഇവിടെ ഐറ്റം എന്താണ്? സ്ട്രോങ് വീൽസ്, സ്ട്രോങ് ആയിട്ടുള്ള ചക്രങ്ങൾ. ഇറ്റ് ഹാസ് സ്ട്രോങ് വീൽസ്. ഇറ്റ് ഹാസ് സ്ട്രോങ് വീൽസ്. ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള ചക്രങ്ങളുണ്ട്. ഇറ്റ് ഹാസ് സ്ട്രോങ് വീൽസ്. അപ്പോൾ രണ്ടാമത്തെ റൂൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ റൂൾ യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 റൂൾസ് പഠിച്ചു കഴിഞ്ഞു. റിയൽ ലൈഫിൽ നമുക്ക് ഈ റൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സെൻറ്റൻസ് പറയാമെന്നുള്ളതും കൂടെ നോക്കാം. നമ്മുടെ ഫ്രണ്ടിനെ കണ്ടിട്ട് നമ്മൾ പറയുകയാണ്, നീ വളരെ ടയേർഡ് ആയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നീ വളരെ ക്ഷീണിതനായി കാണപ്പെടുന്നു. യു ലുക്ക് സോ ടയേർഡ്. യു ലുക്ക് സോ ടയേർഡ്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഫ്രണ്ട് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് ആണ്. ജോലിക്ക് പോകാനായി എനിക്ക് എല്ലാ ദിവസവും നേരത്തെ ഉണരണം. എങ്ങനെ പറയാം? യെസ്, ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി എവറി ഡേ ഫോർ വർക്ക്. യെസ്, ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി. എനിക്ക് നേരത്തെ ഉണരണം എവറി ഡേ, എല്ലാ ദിവസവും. ഫോർ വർക്ക്, ജോലിക്കായി. യെസ്, ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി എവറി ഡേ ഫോർ വർക്ക്. യെസ്, ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി എവറി ഡേ ഫോർ വർക്ക്. അപ്പോൾ ഇത് കേട്ട് നമ്മൾ പറയുകയാണ്, ഓ ദാറ്റ്സ് ടഫ്. ഡു യു ഹാവ് എ കാർ ഓർ ഡു യു ടേക്ക് ദ ബസ്? അത് ടഫാണ്. നിനക്ക് കാറുണ്ടോ അതോ ബസ്സിൽ പോകണോ? ഓ ദാറ്റ്സ് ടഫ്. ഡു യു ഹാവ് എ കാർ ഓർ ഡു യു ടേക്ക് ദ ബസ്? ഓ ദാറ്റ്സ് ടഫ്. ഡു യു ഹാവ് എ കാർ ഓർ ഡു യു ടേക്ക് ദ ബസ്? ഇതിനുള്ള മറുപടി ഫ്രണ്ട് പറയുന്നത് നമ്മുടെ സെക്കൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ്. എനിക്കൊരു കാറുണ്ട്, പക്ഷേ എനിക്ക് ബസ്സാണ് ഇഷ്ടം. ഐ ഹാവ് എ കാർ. നമ്മുടെ സെക്കൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്, ബട്ട് ഐ പ്രിഫർ ബസ്. ഐ ഹാവ് എ കാർ ബട്ട് ഐ പ്രിഫർ ബസ്. എനിക്കൊരു കാറുണ്ട്, പക്ഷേ ബസ്സാണ് എനിക്കിഷ്ടം. ഇതിന് മറുപടി വീണ്ടും നമ്മൾ ഫസ്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് പറയുകയാണ്, കൊള്ളാം, എനിക്കെൻ്റെ അസൈൻമെൻറ്റ് പൂർത്തിയാക്കണം, പിന്നെ കാണാം. നൈസ്, ഐ ഹാവ് ടു ഫിനിഷ് മൈ അസൈൻമെൻറ്റ് ടുഡേ. സി യു ലേറ്റർ. ഐ ഹാവ് ടു ഫിനിഷ് മൈ അസൈൻമെൻറ്റ്. എനിക്കെൻ്റെ അസൈൻമെൻറ്റ് പൂർത്തിയാക്കണം. ടുഡേ, ഇന്ന്. ഐ ഹാവ് ടു ഫിനിഷ് മൈ അസൈൻമെൻറ്റ് ടുഡേ. ഐ ഹാവ് ടു ഫിനിഷ് മൈ അസൈൻമെൻറ്റ് ടുഡേ. എനിക്ക് ഇന്ന് എൻ്റെ അസൈൻമെൻറ്റ് പൂർത്തിയാക്കണം. സി യു ലേറ്റർ, പിന്നെ കാണാം. നൈസ്, ഐ ഹാവ് ടു ഫിനിഷ് മൈ അസൈൻമെൻറ്റ് ടുഡേ. സി യു ലേറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഉത്തരങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഐ ഹാവ് ഓർ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടുത്ത ചോദ്യം, ഹി ഹാവ് ഓർ ഹാസ് എ ബ്ലൂ ഷർട്ട്. ആൻസർ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഷീ ഹാസ് ടു or have to finish her assignment. താഴെ കമൻറ്റ് ചെയ്തോളൂ. We have to or has submit our project by tomorrow. അടുത്തത്, it has or have a long tail. ഇതിൻ്റെ ആൻസറും താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്ക് പുതിയ വാക്കുകൾ പഠിക്കാനുള്ള സമയമാണ്. നമുക്ക് ഇന്നത്തെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ്, സമർത്ഥിക്കുക, സ്ഥാപിക്കുക, പ്രതിഷ്ഠ നേടുക, ഇതൊക്കെയാണ് അർത്ഥം. 1930 ഈ കമ്പനി സ്ഥാപിതമായത്. ദിസ് കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1930. ദിസ് കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1930. എക്സെപ്ഷൻ, ഒഴിവാക്കൽ അല്ലെങ്കിൽ മാറ്റി നിർത്തിയ അവസ്ഥ. അയാൾ ഒഴികെ മറ്റാരും പാർട്ടിക്ക് വന്നില്ല. വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് ഹിം നോബഡി എൽസ് കെയിം ടു ദ പാർട്ടി. വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് ഹിം നോബഡി എൽസ് കെയിം ടു ദ പാർട്ടി. വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് ഹിം, അയാൾ ഒഴികെ. നോബഡി എൽസ് കെയിം ടു ദ പാർട്ടി. നോബഡി എൽസ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല. നോബഡി എൽസ് കെയിം ടു ദ പാർട്ടി. വേറെ ആരും അല്ലെങ്കിൽ മറ്റാരും പാർട്ടിക്ക് വന്നില്ല. ജെന്യുവിൻലി, കലർപ്പില്ലാത്ത അല്ലെങ്കിൽ യഥാർത്ഥമായ. അസൗകര്യത്തിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. ഐ എം ജെന്യുവിൻലി സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഐ എം ജെന്യുവിൻലി സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ അസൗകര്യം. ഹാംലെസ്, നിരുപദ്രവമായ അല്ലെങ്കിൽ നിർദോഷമായ. ഇത് പരിസ്ഥിതിക്ക് ദോഷകരമല്ല. ഇറ്റ് ഈസ് ഹാംലെസ് ഫോർ ദി എൻവയോൺമെൻറ്റ്. ഇറ്റ് ഈസ് ഹാംലെസ് ഫോർ ദി എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസരം അല്ലെങ്കിൽ പരിസ്ഥിതി. ഇംപേഷ്യൻറ്റ്, അക്ഷമനായ അല്ലെങ്കിൽ ക്ഷമാശക്തിയില്ലാത്ത. അത്ര അക്ഷമരാകരുത്, തിടുക്കം കൂട്ടേണ്ട കാര്യമില്ല. ഡോണ്ട് ബി സോ ഇംപേഷ്യൻറ്റ്, ദർ ഇസ് നോ നീഡ് ടു ഹറി. ഡോണ്ട് ബി സോ ഇംപേഷ്യൻറ്റ്, ദർ ഇസ് നോ നീഡ് ടു ഹറി. ഡോണ്ട് ബി സോ ഇംപേഷ്യൻറ്റ്, അത്ര അക്ഷമരാകരുത്.
ദർ ഇസ് നോ നീഡ് ടു ഹറി. ഹറി എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടുക. ദർ ഇസ് നോ നീഡ് ടു ഹറി. ധൃതി കൂട്ടേണ്ട അല്ലെങ്കിൽ തിടുക്കം കൂട്ടേണ്ട കാര്യമില്ല. ഇൻ്റർപ്രിട്ടേഷൻ, വിശദീകരണം അല്ലെങ്കിൽ വ്യാഖ്യാനം. ഈ വാക്യത്തിന് ഒരു വ്യാഖ്യാനമേ ഉള്ളൂ. ദർ ഈസ് ഓൺലി വൺ ഇൻ്റർപ്രിട്ടേഷൻ ഫോർ ദിസ് സെൻറ്റൻസ്. ദർ ഈസ് ഓൺലി വൺ ഇൻ്റർപ്രിട്ടേഷൻ ഫോർ ദിസ് സെൻറ്റൻസ്. ദർ ഈസ് ഓൺലി വൺ ഇൻ്റർപ്രിട്ടേഷൻ, ഒരു വ്യാഖ്യാനമേ ഉള്ളൂ ഫോർ ദിസ് സെൻറ്റൻസ്, ഈ വാക്യത്തിന്. പാർട്ട്ലി, ഭാഗികമായി അല്ലെങ്കിൽ ഭാഗികയളവിൽ. ഞാൻ നിങ്ങളോട് ഭാഗികമായി യോജിക്കുന്നു. ഐ പാർട്ട്ലി അഗ്രി വിത്ത് യു. ഐ പാർട്ട്ലി അഗ്രി വിത്ത് യു. അഗ്രി എന്ന് പറഞ്ഞാൽ യോജിക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുക. പാരലൽ, സമാന്തരമായ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഒരേ അകൽച്ചയിലുള്ള. രണ്ട് റോഡുകളും പരസ്പരം സമാന്തരമാണ്. ദ ടു റോഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. ദ ടു റോഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പരസ്പരം. അപ്പോയിൻറ്റ്, നിയോഗിക്കുക, നിയമിക്കുക, ഏർപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ഞങ്ങൾ അവനെ ഞങ്ങളുടെ പ്രതിനിധിയായി നിയമിച്ചു. വി അപ്പോയിൻറ്റഡ് ഹിം ആസ് അവർ റെപ്രസെൻറ്റേറ്റീവ്. വി അപ്പോയിൻറ്റഡ് ഹിം ആസ് അവർ റെപ്രസെൻറ്റേറ്റീവ്. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിനിധി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ലെസൺ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.